മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി അഭേദ്യ ബന്ധമുള്ള സംസ്ഥാനമാണ് ബീഹാർ. 1917 ബീഹാറിലെ ചമ്പാരനിൽ നടന്ന നീലം പ്രക്ഷോഭത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത്. സമരത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി വന്നിറങ്ങിയ പാറ്റ്ന റെയിൽവേ സ്റ്റേഷനിൽ ഇന്നും ഗാന്ധിജിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്നു. പാറ്റ്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, പാറ്റ്ന റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് ബൽറാമിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത്? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായും ഒപ്പം തന്നെ മഹാത്മാഗാന്ധിയുമായും അഭേദ്യമായ ബന്ധമുള്ള ഒരു സ്ഥലമാണ് പട്ന റെയിൽവേ സ്റ്റേഷൻ. 1917 ഏപ്രിൽ 10-നാണ് മഹാത്മാഗാന്ധി ഒരു 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത്. ആ സമയത്ത് അവിഭക്ത ബംഗാളിന്റെ ഭാഗമായ ബങ്കിപ്പൂർ എന്നായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര്. ഇവിടെ അദ്ദേഹം എത്തിയത് ചമ്പാരനിലെ നീലം കർഷകരുടെ അഭ്യർത്ഥന അനുസരിച്ച് അവരുടെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനും അതിന് നേതൃത്വം നൽകാനുമായിരുന്നു. ആ ഒരു വരവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കാൽവെപ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രീതിയെ തന്നെ മാറ്റിമറിച്ച പുതിയൊരു ശൈലി, ദക്ഷിണാഫ്രിക്കയിൽ താൻ വിജയകരമായി പരീക്ഷിച്ച സമരശൈലി അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിച്ചത് ബീഹാറിലെ ചമ്പാരനിലാണ്. ചമ്പാരനിലെ ആ പ്രക്ഷോഭം വിജയകരമായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പോലും മാറ്റി. ഒപ്പം തന്നെ മഹാത്മാഗാന്ധി തന്റെ ശൈലി രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ, ഇന്ത്യയിലെ ഗ്രാമങ്ങളെ മനസ്സിലാക്കിയതും ബീഹാറിൽ നിന്നായിരുന്നു. അതിന്റെ ഓർമ്മകൾ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ. അന്ന് അദ്ദേഹം വന്നിറങ്ങിയ ബ്രിട്ടീഷ് ഇന്ത്യൻ റെയിൽവേയുടെ അന്നത്തെ ആ ട്രെയിനിന്റെ എഞ്ചിന്റെ മാതൃകയാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ മഹാത്മാഗാന്ധിയുടെ സമരത്തിന്റെ ശൈലി തന്നെ മാറ്റുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ മുഖം നൽകുകയും ചെയ്ത ഒരു പ്രദേശം എന്ന നിലയിൽ ഒപ്പം തന്നെ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒട്ടേറെ നിർണായകമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജി 3 തവണ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഗാന്ധി മൈതാനിൽ. ഒപ്പം തന്നെ ഗാന്ധിജിക്ക് എതിരായ ആദ്യ വധശ്രമം നടക്കുന്നതും ഈ ബീഹാറിൽ വെച്ച് തന്നെയാണ്. 1917 തന്റെ ആദ്യ ദൗത്യം ചമ്പാരൻ സമരത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴായിരുന്നു ഈ നീലം ഫാക്ടറിയുടെ ഉടമയുടെ ഭാഗത്തു നിന്നും ഗാന്ധിയെ വിഷം നൽകി വധിക്കാൻ ശ്രമിക്കുന്നത്. അന്ന് അദ്ദേഹത്തെ ബഡക് മിയാൻ എന്ന ഒരു പാചകക്കാരനാണ് ഇത് സംബന്ധിച്ച് ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇത്തരത്തിൽ നിർണായകമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു പ്രദേശമാണ് ബീഹാറും പ്രത്യേകിച്ച് ഈ പട്ന റെയിൽവേ സ്റ്റേഷനും. എസ്കെ. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.